ഡിഫറെന്റ് ടോപ്പിക് ആണ്. നമ്മൾ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്താണ് നമ്മൾ അക്കൗണ്ടൻസിയുമായി ബന്ധപ്പെട്ട് പ്ലസ് ടു കൊമേഴ്സിന് നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞു. സർ, നമ്മൾ പ്ലസ് വണ്ണിൽ നമ്മൾ ബിസിനസ് സ്ഥാപനം എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട അതിന്റെ പ്രത്യേകതകളും പിന്നെ അതുമായി ബന്ധപ്പെട്ട അതിന്റെ ഫൈനൽ അക്കൗണ്ട്സ് ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ ഇവിടുത്തെ ഇന്നത്തെ ടോപ്പിക് അല്ലെങ്കിൽ ഇന്നത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ദാറ്റ് ഈസ് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനും ഒരു പ്രോഫിറ്റ് ഓർഗനൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇത് പരീക്ഷ വ്യൂ പോയിന്റിലാണ് ഞാൻ പറയുന്നത്. സാധാരണ എക്സാം വ്യൂ പോയിന്റിൽ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതൊന്നും നമ്മളുടെ നോട്ടിലോ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലോ ഒന്നും കാണാറില്ല. പക്ഷെ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇത്തരം ടൈപ്പ് ക്വസ്റ്റ്യൻസിന് തീർച്ചയായിട്ടും നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ജസ്റ്റ് ഈ വീഡിയോ ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഞാൻ ഇവിടെ രണ്ട് കാറ്റഗറി തിരിച്ചിട്ടുണ്ട്. എന്താണ് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് അപ്രോച്ച് ചെയ്യുക എന്ന് ചോദിച്ചാൽ നമുക്ക് ആദ്യം എന്താണ് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്നൊരു ചെറിയൊരു ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റണം. ഇതുപോലെ തന്നെ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്താണെന്നും ചെറിയൊരു ഡെഫിനിഷൻ നമ്മൾ തീർച്ചയായിട്ടും കൊടുത്തിരിക്കണം. കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ ഒന്നുകിൽ കോളങ്ങൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പോയിന്റ് വൈസ് പോയിന്റ് ആയിട്ട് മാർക്ക് അനുസരിച്ച് 5 or 6 പോയിന്റുകൾ നമ്മൾ എഴുതാൻ ശ്രമിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇവിടെ ഒരു 5 പോയിന്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ 5 പോയിന്റിൽ ഡിഫറൻസുകളാണ് ഞാൻ പറയുന്നത്. എന്താണ് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, എന്താണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ്. പ്രോഫിറ്റ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് ഒരു 5 ഡിഫറൻസ് ഉണ്ട്. ഇതുപോലെ തന്നെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് നമുക്കിവിടെ ഒരു 5 ഡിഫറൻസ് ആണ് ഞാനിവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ പോയിന്റുകൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവുമെന്ന് എനിക്ക് അറിയാം. എങ്കിലും ഞാനൊന്ന് ക്ലിയർ ആയിട്ടൊന്ന് ഡിഫൈൻ ചെയ്ത് തരാം അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ആദ്യത്തെ ഡിഫറൻസ് ഞാൻ എഴുതിയിരിക്കുന്നത് ഇവിടെ പ്രോഫിറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്, ഇവിടെ സർവീസ് എന്ന് എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ഒരു പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ടു ഏൺ മാക്സിമം പ്രോഫിറ്റ് ആണ്. എന്നാൽ നേരെ മറിച്ച് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ലക്ഷ്യം പ്രോഫിറ്റ് അല്ല. അവരുടെ എൻഡ് ലക്ഷ്യം, അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് പ്രോഫിറ്റ് അല്ല, പക്ഷെയോ rendering services to its members. അവരുടെ മെമ്പേഴ്സിന് സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നൊരു ലക്ഷ്യമാണ്, അല്ലെങ്കിൽ മെയിൻ ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിലോട്ട് എത്തിച്ചേരാൻ വേണ്ടിയാണ് നമ്മൾ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. സെക്കൻഡ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഓണേഴ്സ്, അതുപോലെ ഇവിടെ മെമ്പേഴ്സ്. നമ്മളൊരു ബിസിനസ് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ക്യാപിറ്റൽ കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ വ്യക്തികൾ നമ്മൾ ടെക്നിക്കലി അറിയപ്പെടുന്ന പേരാണ് ഓണേഴ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഒരു പ്രോഫിറ്റ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് അവിടെ ഓണേഴ്സും ഉണ്ട്. എന്നാൽ നേരെ മറിച്ച് ഇവിടെയും ഇതുപോലെ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവരുടെ സ്മാൾ കോൺട്രിബ്യൂഷൻ കൊണ്ടാണ് ഈ ബിസിനസ് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇങ്ങനെ സ്മാൾ എമൗണ്ട് കൊണ്ടുവരുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് കണക്ഷൻ ഉള്ള വ്യക്തികൾ, ആൾക്കാരെ നമ്മൾ അറിയപ്പെടുന്നത് മെമ്പേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഒരു കൂട്ടം മെമ്പേഴ്സ് അല്ലെങ്കിൽ ഈ മെമ്പേഴ്സിന്റെ കയ്യിൽ നിന്ന് 1-2 പേരെ സെലക്ട് ചെയ്ത് അവരായിരിക്കും ഈ ബിസിനസ് സ്ഥാപനം നല്ല രീതിയിൽ മുന്നോട്ട് റൺ ചെയ്ത് കൊണ്ടുപോകുന്നത്. സോ ഇവിടെ ഇനിഷ്യൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തികൾ നമ്മൾ ഓണേഴ്സ് എന്ന് പറയും. ഇവിടെയാണെങ്കിൽ നമ്മൾ മെമ്പേഴ്സ് എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. അടുത്തൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഓർ ലോസ്. ഇവിടെയാണെങ്കിലും സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. നമ്മൾ ബിസിനസ് സ്ഥാപനം ദാറ്റ് ഈസ് ഒരു ഓർഗനൈസേഷൻ, പ്രോഫിറ്റ് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ എൻഡ് റിസൾട്ട് നമ്മൾ നോക്കുന്നത് ഒന്ന് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് മാത്രമാണ് നോക്കുന്നത്. ദാറ്റ് ഈസ് അവിടുത്തെ ഇൻകം എക്സ്പെൻസും തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ട് അവിടെ ലാഭത്തിലെത്തിയോ നഷ്ടത്തിലെത്തിയോ മാത്രമേ നമ്മൾ നോക്കാറുള്ളൂ. ഇവിടെയും ഇതുപോലെ തന്നെയാണ്. നമ്മൾ അവിടെയും കുറച്ച് ഇൻകം എക്സ്പെൻസുകളൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യും. ഈ റെക്കോർഡ് ചെയ്ത് കിട്ടുന്ന ഡിഫറൻസ് നമ്മൾ ഒരിക്കലും പ്രോഫിറ്റ് എന്നോ ലോസ് എന്നോ അല്ല അറിയപ്പെടുന്നത്, നേരെ മറിച്ച് സർപ്ലസ് ഓർ ഡെഫിസിറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിന്റെ ടെക്നിക്കൽ മീനിങ് ഒന്ന് തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അതിന്റെ ഒബ്ജക്റ്റ് അനുസരിച്ച് ഇതിനെ രണ്ടായിട്ടാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്. ഇവിടെ പ്രോഫിറ്റ്, അതിന് പകരം ഇവിടെ സർപ്ലസ് നമ്മൾ റെക്കോർഡ് ചെയ്യും. ഇവിടെ ലോസ്, അതിന് പകരം നമ്മളിവിടെ ഡെഫിസിറ്റ് എന്നാണ് നമ്മൾ റെക്കോർഡ് ചെയ്യാറ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആഡഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്, ക്യാപിറ്റൽ ഫണ്ട്, ആഡഡ് ടു ക്യാപിറ്റൽ ഫണ്ട്. എന്താണ് ഡിസ്ട്രിബ്യൂട്ടഡ്? ദാറ്റ് ഈസ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കുന്നത് പ്രോഫിറ്റോ ലോസോ ആയി. ഇത് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും whether it is profit or not, it is distributed to owners. അവിടുത്തെ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ക്യാപിറ്റൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തികൾക്ക് ഈ പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു കൊടുക്കും. എന്നാൽ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവിടെ കിട്ടുന്ന സർപ്ലസ് ഓർ ഡെഫിസിറ്റോ ഒരു കാരണവശാലും ഈ മെമ്പേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും കൊടുക്കില്ല.
പകരം അവിടുത്തെ ക്യാപിറ്റൽ ഫണ്ട് ഈ ഫണ്ടിന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്ത് വയ്ക്കും. ദാറ്റ് ഈസ് തൊട്ടടുത്ത വർഷം നമുക്ക് ഇത് ചിലവാക്കാൻ വേണ്ടി നമ്മൾ ക്യാപിറ്റൽ ഫണ്ടിനോട് ആഡ് ചെയ്യുകയാണ്. അതല്ലാതെ നമ്മൾ മെമ്പേഴ്സിന് ഒരിക്കലും ഇത് ചെയ്യില്ല, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കില്ല. ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഫൈനൽ അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ടാണ്. ഒരു പ്രോഫിറ്റ് ഓർഗനൈസേഷനിലും ഫൈനൽ അക്കൗണ്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ നമ്മൾ ഫൈനൽ അക്കൗണ്ട്സുകൾ പ്രിപ്പയർ ചെയ്യണം. അതിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടേ എന്നുള്ള തീരുമാനത്തിൽ എത്താൻ പറ്റുകയുള്ളൂ. സോ തീർച്ചയായിട്ടും നമ്മൾ ഇവിടെയും ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, ഇവിടെയും ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. പക്ഷെ പ്രിപ്പയർ ചെയ്യുമ്പോൾ അക്കൗണ്ട്സുകൾക്ക് ചില വ്യത്യാസങ്ങളുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്, ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. എന്താണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട്, എന്താണ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, എന്താണ് ബാലൻസ് ഷീറ്റ് ഒക്കെ നമ്മൾ പലയിടത്തായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നല്ല രീതിയിൽ ഡെഫിനറ്റ് ആയിട്ട് നല്ല രീതിയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിച്ചിട്ടുള്ളതാണ്. ഇത് നേരെ മറിച്ച് ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫൈനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ് പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട്സ് എന്ന് പറയുന്നത് റിസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഇവിടെ ട്രേഡിംഗ് അക്കൗണ്ട്, ഇവിടെ റിസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, ഇവിടെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, ഇവിടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ഇവിടെ ബാലൻസ് ഷീറ്റ്, ഇവിടെയും ബാലൻസ് ഷീറ്റ്. ദാറ്റ് ഈസ് രണ്ടിന്റെയും ഫിനാൻഷ്യൽ പൊസിഷൻ നമ്മൾ മസ്റ്റ് ആയിട്ട് അറിഞ്ഞേ പറ്റും. ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ബാലൻസ് ഷീറ്റ്. സോ ബാലൻസ് ഷീറ്റ് രണ്ട് സ്ഥലത്തും കോമൺ ആണ്, പക്ഷെ മറ്റുള്ള അക്കൗണ്ടുകൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതൊക്കെയാണ് നമ്മൾ പ്ലസ് ടു കൊമേഴ്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആൻഡ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ.